ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എവർക്കും സ്വാഗതം. തർശീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. തർശീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഷയം സംബന്ധിച്ച് നാം ദൈവവചനം പരിശോധിക്കുമ്പോൾ തർശീസ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ചില വ്യക്തികളുടെ പേരാണ് തർശീസ് എന്നത്. നോഹയുടെ മൂന്നാമത്തെ മകനായ യാഫത്തിൻ്റെ വംശപാരമ്പര്യത്തിൽ ഉള്ള ഒരാളുടെ പേരായിരുന്നു തർശീസ് എന്നത്. യാഫത്തിന് 7 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഇതിലെ 4ാമത്തെ മകനായ യാവാന്റെ 2ാമത്തെ മകന്റെ പേരാണ് തർശീസ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവിടെയാണ് ആദ്യമായി ഈ തർശീസ് എന്ന പേര് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായി ബെന്യാമിൻ ഗോത്രക്കാരനായ ബിൽഹാന്റെ 6ാമത്തെ മകന്റെ പേര് തർശീസ് എന്നായിരുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങൾ. 3 അഹശ്വേരോശ് രാജാവിന്റെ രാജ്യത്ത് പ്രധാന സ്ഥലങ്ങളിൽ ഇരുന്നിരുന്ന 7 പ്രഭുക്കന്മാരിലെ ഒരാളുടെ പേര് തർശീസ് എന്നായിരുന്നു. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം. അപ്പോൾ ഈ തർശീസ് എന്നത് ചില വ്യക്തികളുടെ പേരായിരുന്നു. ആ വ്യക്തികൾ ആരൊക്കെ ആയിരുന്നു എന്ന് നാം വിശദമായി കേട്ടല്ലോ. അടുത്തതായിട്ട് തർശീസ് ഒരു സ്ഥലനാമമായിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു തർശീസ് എന്നത്. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ യോന പ്രവാചകൻ നിനവേലേക്ക് പോകാതെ തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് ആ കപ്പലിൽ കയറി തർശീസിലേക്ക് യാത്ര തുടർന്നു എന്ന് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ഈ സ്ഥലം ഇന്ന് എവിടെയാണ് എന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് നിർണയിക്കുക പ്രയാസകരമാണ്. ഇന്ന് തർശീസ് എന്ന പേരിൽ ഒരു രാജ്യമോ ഒരു സ്ഥലമോ ഇല്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഉള്ള പഠനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾക്ക് ക്ലിപ്തമായ ഒരു നിർവചനം നൽകുക പ്രയാസകരമാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ അക്കരെയായിരുന്നു ഈ സ്ഥലമെന്ന് മാത്രമേ നിർണയിക്കുവാൻ കഴിയുന്നുള്ളൂ. ഇസ്രായേലിൻ്റെ പടിഞ്ഞാറ് ഭാഗം, അതായത് ഇതൊരു ദ്വീപ് സമൂഹമായിരുന്നു അല്ലെങ്കിൽ ഒരു ദ്വീപായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. 72-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ശേബയിലെയും തർശീസിലെയും രാജാക്കന്മാർ ശലോമോന് കാഴ്ച കൊണ്ടുവന്നു അല്ലെങ്കിൽ കപ്പം കൊണ്ടുവരട്ടെ എന്ന് അവിടെ പ്രസ്താവനയുണ്ട്. അപ്പോൾ ശലോമോൻ രാജാവിൻ്റെ കാലത്ത് ഈ തർശീസിൽ നിന്നും പ്രതിവർഷമോ അല്ലെങ്കിൽ പ്രതിമാസമോ കപ്പം കപ്പം കൊടുത്തിരുന്നു എന്ന് അതിൽ നിന്നും വളരെ വ്യക്തമാണ്. അതേ ആയതിനാൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ന് ഈ സ്ഥലം എവിടെയാണ് എന്ന് നിർണയിക്കുക പ്രയാസകരമാണ്. ഇത് സ്പെയിൻ ആയിരിക്കാം എന്നും ബ്രിട്ടൻ ആയിരിക്കാം എന്നൊക്കെ ചിലർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അതിനൊന്നും ഉപോത്ബലകമായ തെളിവുകൾ ഇല്ല. ലെബനോന്റെ സമീപമുള്ള ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കാം എന്നും ചിലർ കരുതുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും വ്യക്തമായിരിക്കുന്ന എവിഡൻസ് ഇല്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു സ്ഥലമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇന്ന് അതിൻ്റെ സ്ഥാനം നിർണയിക്കുക പ്രയാസകരമാണ്. അടുത്തതായിട്ട് ഈ തർശീസിൻ്റെ പ്രത്യേകത, ഈ സ്ഥലത്ത് ധാരാളം വെള്ളിയുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പുരാതന ചരിത്ര രേഖകളും അത് വ്യക്തമാക്കുന്നുണ്ട്. തർശീസിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ യിരെമ്യാവ് 10:9 അടിസ്ഥാനത്തിൽ തർശീസിൽ നിന്ന് വെള്ളിയും പൊന്നും കൊണ്ടുവന്നു, അത് അടിച്ചു പരത്തിയിരുന്നു എന്ന് ഇസ്രായേലിലെ രാജാക്കന്മാർ രാജ്യം ഭരിച്ച കാലത്ത് അവിടെ നിന്നും വെള്ളിയും പൊന്നും കൊണ്ടുവന്നിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. തർശീസ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. യെഹെസ്കേൽ പ്രവചനം 27-ാം അധ്യായം 12-ാം വാക്യം. അപ്പോൾ യെഹെസ്കേലിൻ്റെയും യിരെമ്യാവിൻ്റെയും പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പുസ്തകത്തിലെ തെളിവ് അടിസ്ഥാനത്തിൽ തർശീസിൽ ധാരാളം ലോക നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ചരിത്രപരമായിട്ടും തർശീസിൽ
ലോഹങ്ങളുടെ വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തർശീശ് ധാരാളം വ്യാപാര കേന്ദ്രങ്ങൾ നടന്നിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ആ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും കാര്യത്തിൻ്റെയും വെള്ളിയുടെയും ഇരുമ്പിൻ്റെയും ഒക്കെ നിക്ഷേപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ തർശീശ് എന്നത് കപ്പലുകളുടെ പേരിലും അറിയപ്പെട്ടിരുന്നു. തർശീശ് കപ്പലുകൾ അത് വളരെ പ്രസിദ്ധമായിരുന്നു. ഒരു സ്ഥലനാമം എന്നതിനേക്കാൾ ഉപരിയായി തർശീശ് കപ്പലുകൾ ആ കാലത്ത്, അതായത് സോളമനൊക്കെ യെരുശലേമിൽ വാണിരുന്ന കാലഘട്ടത്തിൽ തർശീശ് കപ്പലുകൾക്ക് വളരെ പ്രചാരം ലഭിച്ചിരുന്നു. അന്ന് വലിയ ധനികന്മാർ, രാജാക്കന്മാർ ഒക്കെയും ഈ തർശീശ് കപ്പലുകൾ ഉണ്ടാക്കുകയും അത് വ്യാപാരത്തിന് വേണ്ടി സ്വന്തമാക്കുകയും ചെയ്തിരുന്നതായിട്ട് ബൈബിളിലെ രേഖകൾ വ്യക്തമാക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 2-16 വാക്യത്തിൽ എല്ലാ തർശീശ് കപ്പലിന്മേലും എന്ന പ്രസ്താവന കാണുന്നു. യെശയ്യാ പ്രവചനം 23-1 വാക്യം 14 വാക്യത്തിൽ തർശീശ് കപ്പലുകളെ മുറയിടുവിൻ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തർശീശ് കപ്പലുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കപ്പലുകൾ തർശീശ് എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. തർശീശ് കപ്പലുകൾ എന്ന ആ പേരോടുകൂടിയ പ്രസിദ്ധമായ കപ്പലുകൾ ഉണ്ടായിരുന്നു. തർശീശ് കപ്പലുകൾ എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിനു വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കുന്ന വലിയ കപ്പലുകൾ എന്നാണ് അർത്ഥം. ഇത് യാത്രയ്ക്ക് വേണ്ടിയും അതിനേക്കാൾ ഉപരി ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു ഈ കപ്പലുകൾ ഉപയോഗിച്ചിരുന്നത്. വളരെ പ്രസിദ്ധമായ ഈ കപ്പലുകൾ ചരക്ക് കപ്പലും യാത്രാ കപ്പലുമായിരുന്നു തർശീശ് കപ്പലുകൾ എന്നത്. തർശീശ് കപ്പലുകൾ നിനക്ക് ആ ചരക്ക് കൊണ്ടുവന്നു. എസ്കേൽ പ്രവചനം 27-25 വാക്യത്തിൽ അത് പ്രസ്താവിക്കുന്നുണ്ട്. കൂടാതെ ശലോമോൻ രാജാവിന് ഈ തർശീശ് കപ്പലുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തർശീശ് കപ്പലുകളെ ശലോമോൻ രാജാവ് ഉണ്ടാക്കിയെന്നും തനിക്ക് ഹീരാമിനോടുകൂടെ കടലിൽ ധാരാളം തർശീശ് കപ്പലുകൾ ഉണ്ടായിരുന്നു എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ അതിനെക്കുറിച്ചുള്ള പ്രസ്താവനയുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ രാജാവിന് സമുദ്രത്തിൽ ഹീരാമിൻ്റെ കപ്പലുകളോട് കൂടെ തർശീശ് കപ്പലുകൾ ഉണ്ടായിരുന്നു. തർശീശ് കപ്പലുകൾ 3 സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവ കൊണ്ടുവന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ശലോമോൻ രാജാവ് തൻ്റെ രാജ്യത്തിലേക്ക് ഈ ചരക്കുകൾ തർശീശ് കപ്പലുകളിലൂടെ കൊണ്ടുവന്നിരുന്നു. തനിക്ക് സ്വന്തമായി തർശീശ് കപ്പലുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൂടാതെ ശലോമോൻ രാജാവ് കപ്പലുകൾ ഉണ്ടാക്കി എന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശലോമോന്റെ കാലശേഷം ദാവീദിൻ്റെ രാജവംശത്തിൽപ്പെട്ടത് തന്നെയായ യഹോശാഫാത്ത് ഈ കപ്പലുകൾ, സ്വന്തമായിട്ടുണ്ടായിരുന്ന കപ്പലുകൾ താൻ ഉണ്ടാക്കി എന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കപ്പലുകൾ ഉടഞ്ഞു പോയതായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോശാഫാത്ത് കപ്പലുകൾ ഉണ്ടാക്കി എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 48-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ അവിടെ കപ്പലുണ്ടാക്കി. പക്ഷേ ഈ കപ്പലുകൾക്ക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന് കാരണം എന്തായിരുന്നു എന്ന് ബൈബിളിൽ വ്യക്തമാക്കുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ അത് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ ശേഷം യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഗസ്യാവോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു. അവൻ തർശീസിലേക്ക് ഓടിപ്പാൻ കപ്പൽ ഉണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. അവർ എസ്സിയോൻ ഗബേരിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി. എന്നാൽ മരേശക്കാരനായ ദോദാവായുടെ മകൻ എലിയേസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു. നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീസിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കപ്പലുകൾ ഉടഞ്ഞു പോയത്? അതിനെ ഉടച്ചു കളഞ്ഞത് അത്യുന്നതനായ ദൈവമായിരുന്നു. അതിന് കാരണം യഹോശാഫാത്ത് ദുഷ്പ്രവൃത്തിക്കാരനായ അഹസ്യാവോട് സഖ്യത ചെയ്ത് അവനുമായിട്ട് യോജിച്ച് അവനുമായിട്ട് സമ്പർക്കം പുലർത്തി അവനുമായിട്ട് ചേർന്ന്
കപ്പലുകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ദൈവം ആ കപ്പലുകളെ ഉടച്ചു കളഞ്ഞത്. കാരണം ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്പ്രവർത്തിക്കാരനായ, അനീതിയുള്ളവനായ, അക്രമിയായ ഒരാളോടുകൂടി നീതിമാന് പങ്കുകൂടാനായിട്ട് പാടില്ല. അത് ദൈവത്തിന് അനിഷ്ടകരമായ കാര്യമാണ്. ദൈവ വഴിയിൽ നടക്കാതെ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതെ, ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുമായിട്ട് സംസർഗം കൂടുന്നത് എക്കാലത്തും നല്ലതല്ല. കാരണം ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെയും, ദൈവത്തിന് പ്രസാദകരമായ വഴിയിൽ നടക്കാതെയും, ദൈവം പറയുന്നത് കേൾക്കാതെയും ഇരിക്കുന്നത് എന്താണ്? ദൈവം നിന്നയാണ്. അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ യോന പ്രവാചകനോട് നിനവേലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൻ നിനവേലേക്ക് പോകാതെ തർശീസിലേക്ക് പോയപ്പോൾ ആ കപ്പലിനെതിരായിട്ട് ദൈവം വലിയൊരു കൊടുങ്കാറ്റ് അടിപ്പിക്കുകയും കപ്പൽ ആടി ഉലഞ്ഞ് തകർന്ന് മുങ്ങിപ്പോകുമെന്ന ഘട്ടം വന്നപ്പോൾ കപ്പൽ യാത്രക്കാർ യോനയായിട്ട് സംസാരിക്കുകയും യോന ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, നിങ്ങളുടെ യാത്ര സുഗമമായി തീരണമെങ്കിൽ എന്നെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞാൽ മതി എന്ന് പറയുകയും അതനുസരിച്ച് കപ്പൽ യാത്രക്കാർ യോനയെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞപ്പോൾ കടലിലെ കോളും തിരമാലയും അടങ്ങുകയും അവർ നേരെ പോകേണ്ടതായ സ്ഥലത്തേക്ക് പോവുകയും യോന മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിനവേലേക്ക് പോയി സുവിശേഷം അറിയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന് കപ്പലുകളെ ഉടച്ചു കളയുവാനായിട്ട് കഴിയും. 48-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന് അനിഷ്ടകരമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ദൈവത്തിന് വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നത് വളരെ സ്പഷ്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ചില കപ്പലുകൾ മുങ്ങിയതായിട്ടും തീ പിടിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ തർശീസ് എന്ന ഈ കപ്പലുകളെക്കുറിച്ചും തർശീസ് എന്ന ഈ വിഷയത്തെക്കുറിച്ചും ചില ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ തർശീസ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.